കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് മത്തായി സുവിശേഷമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് കർത്താവ് നൽകിയ വലിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആദ്യത്തെ 4 അധ്യായങ്ങളാണ് ആൾറെഡി നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ചർച്ച ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ 1ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കൂടുതലായിട്ടും കർത്താവിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആ വംശപാരമ്പര്യം വേദപുസ്തകത്തിൽ പ്രത്യേകം പറയുന്നതിനുള്ള കാരണത്തെക്കുറിച്ചും യോസഫിന്റെ നീതീകരണത്തിന്റെ അവസ്ഥയെക്കുറിച്ചും പഠിച്ചു. 2ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ജനനം നമ്മൾ മനസ്സിലാക്കി. 3ാമത്തെ അധ്യായത്തിലൂടെ ക്രിസ്തുവിന്റെ സ്നാനം, യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന്റെ വ്യാപ്തി, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. 4ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും കർത്താവ് നേരിട്ട പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ക്രമങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുക്കുന്നതിന് കർത്താവ് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ ചെറുതായിട്ട് ചിന്തിച്ചു. ഇന്ന് നമ്മൾ 5ാമത്തെ അധ്യായമാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഇതുവരെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ചിട്ട് നമ്മൾ മത്തായി സുവിശേഷത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും ക്രിസ്തുവിനെ മശിഹായായിട്ട് മത്തായി അവതരിപ്പിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആ ഒരു മശിഹായായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനുണ്ടായിരുന്ന റെഫറൻസുകളുമാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയതെങ്കിൽ 5ാമത്തെ അധ്യായം മുതൽ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ നമ്മൾ വളരെ വളരെ ക്ലിയർ ആയിട്ട് ബൈബിള് വായിക്കുന്നതിലൂടെ മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ശരിക്കും ആ വാക്യങ്ങൾ വായിച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഒരു പഠിപ്പിക്കലിന്റെ ആവശ്യമില്ലാതെ കർത്താവ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാക്യമായിട്ട് ജസ്റ്റ് വായിച്ച് പോയാൽ മാത്രം മതിയാവും. എങ്കിലും 5ാം അധ്യായത്തിന്റെ ഒരു ആമുഖം നമ്മൾ പറയുമ്പോൾ 5ാം അധ്യായം മുതൽ 7ാം അധ്യായം വരെയാണ് നമ്മൾ ഗിരിപ്രഭാഷണം എന്നുള്ളതിലൂടെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. കർത്താവ് മലമുകളിൽ കയറി പറഞ്ഞത് കൊണ്ടാണ് ഗിരിപ്രഭാഷണം എന്നുള്ള പേര് കിട്ടിയതെന്ന് ഒരു രീതിയിലുള്ള ചിന്തകന്മാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഹിപ്പോസിലുള്ള അഗസ്റ്റിൻ എന്നുള്ള ഒരു ക്രിസ്തീയ ചിന്തകനാണ് ഈ ഗിരിപ്രഭാഷണം എന്നുള്ള അല്ലെങ്കിൽ സ്പീച്ച് ഓഫ് ദ മൗണ്ടൻ എന്നുള്ള ഒരു പേര്, ഒരു വാക്ക് കൊടുത്തത്. അതിന് പുറമെ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ ചരിത്രപരമായി മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ക്രിസ്തു എന്ന മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലോകത്തിനൊരു ധാരണ ഉണ്ടാക്കി കൊടുത്തത് ഈ ഒരു ഗിരിപ്രഭാഷണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് കാണുന്ന പല രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും പല അസോസിയേഷനുകളുടെയും അല്ലെങ്കിൽ പല സാമൂഹിക പരിവർത്തകന്മാരുടെ ജീവിതത്തിന് മാനദണ്ഡമായതും ഈ ഗിരിപ്രഭാഷണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തിനേറെ പറയുന്നു, ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും ചിന്തിക്കുകയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ക്രിസ്തുവിന്റെ പല ആശയങ്ങൾ എടുക്കുകയും ചെയ്തത് ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കുവാനായിട്ട് കഴിയും. അന്ന് ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനെ മാറ്റുവാനായിട്ട് ക്രിസ്തു എങ്ങനെ സമൂഹത്തിൽ ഒരു പ്രവർത്തനത്തിലൂടെ ഒരു വിചിന്തനം നടത്തി എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ചരിത്രത്തിൽ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഗിരിപ്രഭാഷണത്തിന്റെ വിവിധ തരത്തിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പിന്നീട് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകളെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തതാണ്. നമ്മൾ നേരത്തെ ചെയ്ത് വരുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അതിനെ ചിന്തിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലുള്ള സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. 5ാം അധ്യായത്തിന്റെ 1ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചു വന്ന സമയത്തും പഴയ നിയമവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ നിയമത്തെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. പലപ്പോഴായിട്ട് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ക്രിസ്തു പഴയ നിയമത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ടോ പലപ്പോഴും പഴയ നിയമത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടോ നമുക്ക് ഈ സുവിശേഷത്തിൽ പലയിടത്തും കാണാനായിട്ട് പറ്റും. അതിന്റെ തുടക്കമാണ് അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. ഒരു പുതിയ നിയമം നൽകുന്നതിനായിട്ട് ക്രിസ്തു മലമേൽ കയറുകയാണ്. ഇതേ ഒരു റിഫ്ലക്ഷനാണ് പഴയ നിയമത്തിൽ. പഴയ നിയമം ലഭിക്കുവാനായിട്ട്
മോശ സീനായി മലയിലേക്ക് കയറുന്ന ആ ഒരു മലമേലുള്ള കയറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ രണ്ട് മലമേലുള്ള നിയമങ്ങൾ നേടുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, മോശ സീനായി മലമേൽ കയറി നിയമം ദൈവത്തിൽ നിന്ന് മേടിച്ച് സീനായി മലയുടെ താഴ്വരയിലായിരുന്ന ജനങ്ങളിലേക്ക് താഴേക്ക് ആ നിയമത്തെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോ പുരുഷാരത്തെയും കൂടി ക്രിസ്തു മലയുടെ മുകളിലേക്ക് കയറ്റി അവിടെ വെച്ച് അല്ലെങ്കിൽ ആ മുകളിൽ വെച്ച് ക്രിസ്തു നൽകുന്ന ഒന്നാണ് പുതിയ നിയമം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസവും ഇത് തന്നെയാണ്. താഴെ തട്ടിലുള്ള ഒരു നിയമമായിട്ട് നമുക്ക് പുതിയ നിയമത്തെ കാണാൻ പറ്റിയാൽ, അല്ലെങ്കിൽ പഴയ നിയമത്തെ കാണാൻ പറ്റിയാൽ, അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ നടത്തിയാൽ ഒരു ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ഒന്നാണ് പുതിയ നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ വളരെ കർക്കശമായി ആവർത്തന പുസ്തകവും അതുപോലെ സംഖ്യാപുസ്തകവും നിയമപുസ്തകവും നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം 600ഓളം നിയമങ്ങൾ ദൈവം കൊടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ട 10 കൽപ്പനകൾ ദൈവം കൊടുത്തായിട്ട് കാണാനായിട്ട് കഴിയും. ആരാധനയ്ക്കുള്ള ക്രമങ്ങളായിട്ട് ഏകദേശം 46ഓളം നിയമങ്ങൾ ദൈവം കൊടുത്തായിട്ട് കാണാനായിട്ട് കഴിയും. ഈ നിയമങ്ങളൊക്കെ കാണുമ്പോൾ വളരെ വ്യക്തമായ ഒരു അജണ്ട ദൈവം അവിടെ വയ്ക്കുമ്പോൾ കർത്താവ് അതിനെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതും പഠിക്കുന്നതുമായ ഒരു ചിന്തയാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പുതിയ നിയമത്തെ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം നൽകിയ നിയമത്തെക്കാളും കുറച്ചുകൂടി കർക്കശമാക്കുകയാണ് ക്രിസ്തു ചെയ്തത് എന്ന് നമ്മൾ ഈ അധ്യായം വായിച്ച് തീർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ദൈവം കൊല ചെയ്യരുത്, കൊല ചെയ്തു കഴിഞ്ഞാൽ ന്യായാധിപന്മാർക്ക് നിയമാവർത്തനത്തില് ദൈവം കൊടുക്കുന്ന മീൻസ് എങ്ങനെ ന്യായം വിധിക്കണമെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് കണ്ണിന് പകരം കണ്ണെന്നുള്ള സിസ്റ്റമാണ് ന്യായാധിപന്മാരോട് പറയുന്നതെങ്കിൽ കർത്താവ് പുതിയ നിയമം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് നിന്റെ സഹോദരനോട് നീ കോപിച്ചാൽ നീ ശിക്ഷാവിധിക്ക് യോഗ്യൻ എന്നുള്ളതാണ്. കൊല ചെയ്യരുത് എന്നുള്ള പഴയ നിയമത്തിലെ നിയമത്തെ കർത്താവ് കൊണ്ടുവന്നപ്പോഴത്തേക്കും സഹോദരനോട് കോപിക്കരുത് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ നീ വ്യഭിചാരിയായി അതനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് നീ യോഗ്യനാണെന്ന് ക്രിസ്തു പറയുകയുണ്ടായി. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ അധ്യായത്തെ മുഴുവനായിട്ട് വായിച്ചു കഴിയുമ്പോൾ നിയമങ്ങൾ കുറച്ചുകൂടി കർക്കശമാവുകയാണ്, അല്ലെങ്കിൽ നിയമങ്ങളെ ഒരു തട്ടില് ഉയർത്തുകയാണ് ക്രിസ്തു ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു മലമേൽ കയറി പുരുഷാരത്തിനെ മുകളിൽ വെച്ച് നിയമം ക്രിസ്തു നൽകുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉയർന്ന തലം പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന ഒന്ന്, പഴയ നിയമത്തിൽ നമ്മൾ നിയമങ്ങളെല്ലാം പഠിക്കുമ്പോൾ ആ നിയമങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നീ ആവർത്തന പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളും അല്ലെങ്കിൽ നിയമപുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളും കഴിഞ്ഞു പോകുന്നത്. നീ അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. നീ കഴിക്കരുത് എന്നുള്ള മാംസം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നുള്ള പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. നീ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ, നീ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ നീ എന്താണ് നിനക്കുള്ള ശിക്ഷ എന്നുള്ളത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. നീ ഇനി തിരിച്ച് ഈ രീതിയിലെല്ലാം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്നുള്ളത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു 2 എൻഡുമുള്ള നിയമങ്ങളായിരുന്നു പഴയ നിയമത്തിൽ നമുക്ക് മൊത്തം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. റെഫറൻസ് ആയിട്ട് നമുക്ക് സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം 6-7 അധ്യായങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ വാക്യങ്ങളിലെല്ലാം നമുക്കിത് കാണുവാനായിട്ട് കഴിയും. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ നമ്മൾ ഇവിടെ ഈ 5-ാം അധ്യായം, ഞാനത് വായിച്ചു പോകാത്തത് സമയത്തിന്റെ കുറവുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇനി അത് വായിക്കുമ്പോൾ നമുക്ക് അത് ഓർത്തിരിക്കാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ഓരോ നിയമങ്ങൾ തരുമ്പോ ആ നിയമങ്ങളുടെ ഒന്നും ഒരു എൻഡ് റിസൾട്ട് അവിടെ തന്നെ പറയുന്നില്ല. നീ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോ നീ കൂട്ടുകാരനെ സ്നേഹിച്ചില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്യും, അല്ലെ നീ കൂട്ടുകാരനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇന്നത് തരാം എന്നുള്ള ഒരു രീതിയിലല്ല പുതിയ നിയമം പോകുന്നത്. മറ്റൊരു രീതിയിൽ അതിനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം കുറച്ചുകൂടി ദൈവഭയം അല്ലെങ്കിൽ ഒരു ഭീതിയുടെ നിഴലിലാണ് പഴയ നിയമത്തിന്റെ നിയമ വ്യവസ്ഥിതികൾ എഴുതിപ്പെട്ടിരുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോ ക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ളതിന്റെ ഒരു പൊതിയിലാണ് പുതിയ നിയമം അവതരിപ്പിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുതിയ നിയമത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനും അത് നമുക്ക് നടത്താനും അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കൂടി നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ, അത് നമ്മൾ അടുത്ത വാക്യങ്ങളിൽ കുറച്ചുകൂടി നമ്മൾ അത് വ്യക്തമാകുന്നുണ്ട്, കൂടി നിന്ന് നമ്മളത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും അവിടെയാണ് പുതിയ നിയമത്തെ അതിന്റെ സൗന്ദര്യത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
അതുകൊണ്ട് തന്നെ പുതിയ നിയമം ഒരു പേടിയിൽ നിന്ന് എന്നുള്ളതിനേക്കാളും അപ്പുറമായി ക്രിസ്തുവിന്റെ സ്നേഹവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അതിനെ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെയാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് നമുക്ക് ഈ 5-ാം അധ്യായം പഠിച്ചു തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് ഒരു ഉദാഹരണമായ ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 5-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയും. ഇന്നിവിടെ നമ്മൾ വായിച്ചു കേട്ട 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഭാഗ്യവചനങ്ങളായിട്ട് ക്രിസ്തു ആദ്യം പറയുന്നുണ്ട്. അതിനുശേഷം 13-ാമത്തെ വാക്യം മുതൽ അതിന്റെ 16-ാമത്തെ വാക്യം വരെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ക്രിസ്തുവിന്റെ എക്സ്പെക്ടേഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. അതിനുശേഷം 17-ാം വാക്യം മുതൽ ക്രിസ്തു ആ പഴയ നിയമത്തെ പുതിയ നിയമത്തിലേക്ക് മാറ്റുന്ന പുതിയ ഒരു നിയമത്തെ നൽകുന്നത് 17-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അതിന്റെ ആദ്യ ഭാഗമായിട്ട് അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ ഭാഗ്യവചനത്തെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ഈ ഭാഗ്യവചനങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ പുതിയ നിയമത്തിലൂടെ അല്ലെങ്കിൽ പുതിയ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മുടെ മുമ്പിലേക്ക് പ്ലേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യങ്ങളെ നമ്മൾ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുവിശേഷത്തെ ഉൾക്കൊള്ളുവാൻ പുതിയ നിയമത്തെ മനസ്സിലാക്കുവാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള നീതീകരണത്തെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഭാഗ്യവചനത്തിലെ വാക്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. 1-ാമത്തെ ഭാഗ്യവചനമായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്ന 3-ാമത്തെ വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ഒരു ദാരിദ്ര്യം, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്നുള്ളത്, അതിനെ വ്യക്തമാക്കാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനൊരു ദരിദ്രനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു പിച്ചക്കാരനാണെന്നുള്ളത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ എടുക്കാം. ഒരു പിച്ചക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നു, രാവിലെ വിശക്കുന്നു. അപ്പം എന്റെ തൊട്ടടുത്ത് അതിസമ്പന്നനായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അവൻ അതിസമ്പന്നനാണ്. അപ്പൊ എനിക്ക് വിശന്നപ്പോ ഞാൻ അവനോട് ചെന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്കൊരു 50 രൂപ എനിക്ക് ഭക്ഷണം കഴിക്കണം. അവൻ എനിക്ക് 50 രൂപയ്ക്ക് വരാം 500 രൂപ തരുവാണ്. ഞാൻ പോയി 500 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കും. വീണ്ടും വൈകുന്നേരം ആയപ്പോ എനിക്ക് വിശക്കുന്നു, ഞാൻ ദരിദ്രനാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ വീണ്ടും എന്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ എൻ്റെ അടുത്ത് ഞാൻ കാശ് ചോദിക്കുന്നു. അവൻ വീണ്ടും എനിക്ക് 500 രൂപ തരുന്നു. ഞാൻ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. രാത്രി ആയപ്പോൾ ഞാൻ കളത്തിണ്ണയിൽ കിടക്കുന്നു. അപ്പൊ ഭയങ്കരമായ മഴ, തണുക്കുന്നു, എനിക്ക് കിടക്കാൻ നിവൃത്തിയില്ല, എനിക്ക് ഒരു പുതപ്പ് വേണം, ഞാൻ ദരിദ്രനാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ വീണ്ടും എന്റെ സമ്പന്നനായ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ അവന്റെ അതിസമ്പന്നതയിൽ സന്തോഷത്തോടുകൂടി എനിക്കൊരു പുതപ്പ് വരുന്നു. ഞാൻ ആ പുതപ്പ് ഉപയോഗിച്ച് കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് എനിക്ക് ആശുപത്രിയിൽ പോകണം, എന്റെ ഇല്ല. ഞാൻ എന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവൻ എന്നെ ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസ തരുന്നു. ഇങ്ങനെ ഞാനൊരു ദരിദ്രനായി തന്നെ മരിക്കുന്നു. ഞാൻ ദരിദ്രനാണ്, പക്ഷെ എനിക്ക് ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. എനിക്ക് എവിടെയൊക്കെ ആവശ്യം വന്നോ എന്നെ സഹായിക്കാനായിട്ട് എന്റെ അതിസമ്പന്നനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഈ ഒരു കഥയോടുകൂടി ചേർത്ത് നിന്ന് നമ്മൾ ഈ ദാരിദ്ര്യത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്യത്തെ കുറച്ചുകൂടി മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസത്തെ ക്രിസ്തു പഠിപ്പിച്ചതിന്റെ ആദ്യ പടിയാണ് ഈ ആദ്യത്തെ വാക്യം. പഴയ നിയമത്തില് ദൈവം പറഞ്ഞു, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞപ്പോ ആ 10 കൽപ്പനകളെ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ 10 കൽപ്പന അല്ലെങ്കിൽ ആ കൽപ്പനകളെ നമ്മുടെ മാനുഷികമായിട്ട് നമ്മൾ അതിനെ അനുസരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മേടിക്കുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ ക്രിസ്തുവിന്റെ പുതിയ നിയമപ്രകാരം പാപം ചെയ്യാതിരിക്കുവാൻ മാനുഷികമായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അവിടെ ദൈവികമായ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ നിയമങ്ങളെ അനുസരിക്കാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. ഞാന് പാപം ചെയ്യാതെ ഇരിക്കണമെങ്കിൽ ഞാൻ എന്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്ക് പാപം ചെയ്യാതിരിക്കുവാനോ നിത്യജീവനെ അവകാശമാക്കുവാനോ ക്രിസ്തു പുതിയ നിയമത്തിലൂടെ പഠിപ്പിച്ച നിയമസംഹിതകളെ കൊണ്ടുപോകുവാനോ എനിക്ക് കഴിയുകയില്ല. മറിച്ച് ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി ഞാൻ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് ക്രിസ്തുവിനോട് അപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ സാന്നിധ്യത്തോടു കൂടിയാണ്
ഞാൻ ആത്മാവിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കുന്നത്. അത് എൻ്റെ മരണം വരെയും ഞാൻ ഈ ക്രിസ്തുവിനെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഈ വാക്യത്തിലൂടെ ക്രിസ്തു വ്യക്തമാക്കി തരുന്നത്. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരെ സഹായിക്കുവാനായിട്ട് ഒരു സ്വർഗരാജ്യം മുഴുവനും അവരോടൊപ്പം ഉണ്ടാകും. ഇത് തന്നെയാണ് പുതിയ നിയമത്തിന്റെ ആകെ തുകയും. പുതിയ നിയമത്തിലൂടെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമ്മളൊരു മല സൈക്കിൾ ചവിട്ടി സ്വന്തം പ്രയത്നത്തോടെ കയറുന്നതാണ് പഴയ നിയമം എങ്കിൽ, ആ സൈക്കിൾ ചവിട്ടി പകുതി ദൂരം എത്തുമ്പോൾ അവിടെ നമുക്കൊരു മോട്ടർ ഘടിപ്പിച്ചു തന്ന് നമ്മളെ സഹായിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാൽവരി ക്രൂശിൽ കാണുന്നത്. അപ്പം അതുപോലെ ആ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോ നമ്മളെ ആത്മാവിലുള്ള നമ്മുടെ ദാരിദ്ര്യത്തെ ക്രിസ്തു ക്രൂശിലൂടെ ക്രിസ്തുവിന്റെ സമ്പന്നതയിലൂടെ നമ്മുടെ ദാരിദ്ര്യത്തെ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ദാരിദ്ര്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പുതിയ നിയമത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്. 17 യിരെമ്യാ പ്രവചന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിച്ച് ആ ഒരു ചിന്തയെ നമുക്ക് അവസാനിപ്പിക്കാം. അത് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആകും. യിരെമ്യാ പ്രവചന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. തിരിച്ച് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയും നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് മാറുകയും ചെയ്യും. ഇനി രണ്ടാമതായിട്ടുള്ള ചിന്ത നമ്മൾ വളരെ പെട്ടെന്ന് പോകുമ്പോൾ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖം എന്ന് പറയുന്നത് ഒരു നഷ്ടം, നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ദുഃഖം എന്നുള്ളത് ഉണ്ടാകുന്നത്. ഇവിടെ ക്രിസ്തു നമ്മുടെ വ്യക്തിപരമായ ഒരു സ്വാർത്ഥത കൊണ്ടുണ്ടാകുന്ന ഒരു ദുഃഖം എന്നുള്ളതിനേക്കാളും അപ്പുറമായിട്ട് ഒരു ആത്മാവിലുള്ള ദുഃഖത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ 1-2 പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ അഡീഷണൽ ആയിട്ടുള്ള ഒരു ചിന്ത. അതായത് നമ്മൾ ദുഃഖിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹം ക്രിസ്തുവിലൂടെ അവരുടെ ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ സമാധാനത്തെ കൊണ്ടുവരുവാൻ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതിരിക്കുമ്പോഴോ അത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ നിഷേധങ്ങളെ ഓർത്താണ് നമ്മുടെ ദുഃഖം ഉണ്ടാകേണ്ടത്. അത്തരത്തിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ക്രിസ്തു തന്റെ പുതിയ നിയമത്തെ തന്റെ ശിഷ്യരിലേക്കും തന്നെ കേൾക്കുന്ന ജനങ്ങളിലേക്കും പകർന്നപ്പോ അവരിലേക്ക് പകർന്നു കൊടുത്ത ഒരു ആശ്വാസ വചനമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഗിരിപ്രഭാഷണ കാലഘട്ടം, ഈ ഗിരിപ്രഭാഷണം നടന്ന ആ ഒരു സമയം നമ്മൾ ആലോചിക്കുമ്പോൾ ചരിത്രപരമായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. റോമക്കാര് യഹൂദന്മാരുടെ മേൽ ഭരണം നേരിട്ടിരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്, ഇത് ഈ ഗിരിപ്രഭാഷണം അവിടെ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു സമയത്ത് അന്നത്തെ യഹൂദന്മാരും അന്നുണ്ടായിരുന്ന ജനതയും അങ്ങേയറ്റം പല രീതിയിൽ ടോർച്ചർ ചെയ്യപ്പെട്ടിരുന്നു. പലരും ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ പലരും വിശപ്പിന്റെ തന്നെ അവസ്ഥയിലായിരുന്നു. ടാക്സ് ബർഡൻ അങ്ങേയറ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അവരുടെ ഭൗതികമായ ദുഃഖങ്ങളെ മാത്രം ഓർത്ത് ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ ദുഃഖങ്ങളെ വിടിവിക്കുവാനായിട്ട് ഒരു മശിഹ കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ജനത്തോടായിട്ട് ക്രിസ്തു നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്, നിങ്ങളുടെ ഭൗതികമായ ദുഃഖങ്ങൾക്കപ്പുറമായി ആത്മാവിലുള്ള നിങ്ങളുടെ ദരിദ്രതയെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. അപ്പോ നിങ്ങൾക്ക് ശരിക്കും ആശ്വാസം ലഭിക്കും എന്നുള്ളത്. ഞാൻ 3-ാമത്തെ ചിന്തയിലേക്ക് പോട്ടെ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഇത് ആദിമ കാലഘട്ടം മുതലുള്ള മനുഷ്യന്റെ ആദം മുതലുണ്ടായിരുന്ന ഒരു സവിശേഷതയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആദി മനുഷ്യൻ മുതൽ ഉണ്ടായിരുന്ന ഇന്നും മനുഷ്യനിൽ നിലനിൽക്കുന്ന ഏറ്റവും സ്ഥായിയായ അവസ്ഥകളിൽ ഒന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു റിബല്യൻ മെന്റാലിറ്റി, അല്ലെങ്കിൽ ഒരു എതിർക്കുവാനുള്ള ഒരു മെന്റാലിറ്റി. അതാണ് നമ്മൾ ആദമിന്റെ ആദ്യ പാപത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ മെന്റാലിറ്റി എല്ലാ കാലഘട്ടങ്ങളിലും ഒന്നുള്ളതുപോലെ ഇന്നും അതേപോലെ തന്നെ നമ്മൾ തുടർന്നു പോകുന്നുണ്ട്. അപ്പം ആ ഒരു റിബല്യൻ മെന്റാലിറ്റിയെ ഒരു പരിധി വരെയെങ്കിലും താഴ്ത്തുവാനായിട്ട്
ആ ഒരു സൗമ്യതയുടെ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ശാന്തതയുടെ അനുഭവം മാനവികതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യ വാക്കുകളിലൂടെ കർത്താവ് നൽകിയ ഒരു ചിന്ത. ക്രൂശിന്റെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ ഒരു ക്രിസ്തുവാണ് മാതൃകയായിട്ട് ഈ ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് ഉള്ളത്. ആ ക്രൂശിന്റെ മരണത്തോളം തന്നെത്താനും താഴ്ത്തുവാനുള്ള ആ ഒരു വലിയ മനോഭാവം, ഈ ഒരു ശാന്തമാവുക അല്ലെങ്കിൽ ഈ സൗമ്യത എന്നുള്ള ഒരു വലിയ ഒരു വാക്കിലൂടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൊട്ടസ്റ്റന്റ് സഭ, കാത്തലിക് സഭ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പണ്ട് US വളരെ വലുതായിരുന്ന ഒരു സഭയാണ് മെത്തഡിസ്റ്റ് സഭ. ഈ മെത്തഡിസ്റ്റ് സഭയുടെ ബിഷപ്പായിരുന്ന ഒരു മെത്രൺ കാൻഡിഡേറ്റ് ഒക്കെ ആയിരുന്ന ഒരാളാണ് സാമുവേൽ ബ്രിഗേഡ് എന്ന് പറയുന്ന ആള്. സാമുവേൽ ബ്രിങ്കിൾ ബ്രിഗേഡ് മെത്തഡിസ്റ്റ് സഭയിൽ ഏകദേശം ആർച്ച് ബിഷപ്പൊക്കെ ആവാറായിരുന്ന സമയത്താണ് അദ്ദേഹം സാൽവേഷൻ ആർമി സഭ രൂപീകരിക്കപ്പെട്ടത് തൊട്ട് അറിയുന്നത്. യൂറോപ്പിലും മറ്റുമൊക്കെ ആയിട്ട് സാൽവേഷൻ ആർമി സഭ വില്യം ബൂത്ത് ആരംഭിച്ചതും സാൽവേഷൻ ആർമി സഭ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു അരുളപ്പാടുണ്ടായിട്ട് തന്റെ ഇനിയുള്ള പ്രവർത്തനം ഇവിടെയല്ല സാൽവേഷൻ ആർമി സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുകയും അദ്ദേഹം കപ്പൽ കയറി വില്യം ബൂത്തിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ വില്യം ബൂത്ത് സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിലേക്കും സാൽവേഷൻ ആർമിയിലേക്ക് കടന്നു വരുന്നവരിലേക്കും ഒരു വലിയ ഫിൽട്ടറിംഗ് നടത്തി മാത്രം ആൾക്കാരെ എടുത്തിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ വില്യം ബൂത്തിന്റെ അടുത്തേക്ക് സാമുവേൽ ബ്രിങ്കിൾ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ മെത്തഡിസ്റ്റ് സഭയിലെ ആർച്ച് ബിഷപ്പൊക്കെ ആവാനായിട്ട് നിന്ന ഒരാളാണ്, ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുചേരണം, നിങ്ങളെ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ശരിക്കും വില്യം ബൂത്തിന് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു. കാരണം അദ്ദേഹം ആലോചിച്ചപ്പോ ഈ ഒരുപാട് ഉയരത്തിലൊക്കെ ഉള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് കുറച്ച് പാടായിരിക്കും, താഴെ തട്ടിന്ന് വരുന്ന ഒരാളെ പോലെ അല്ലായിരിക്കും അത്. അപ്പൊ അദ്ദേഹം വളരെയധികം നിരുത്സാഹപ്പെടുത്തി, നിങ്ങൾ തിരിച്ച് മെത്തഡിസ്റ്റ് സഭയിലേക്ക് തന്നെ പോകാനായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം കേട്ടില്ല, എനിക്ക് ഇവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്, എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങേയറ്റം അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പൊ ഒരു റോളും ഇല്ല, ഇനി ഇവിടെ ആകെയുള്ള ഒരു റോൾ എന്ന് പറയുന്നത് നമ്മൾ 18 പേരാണ് ഇവിടെ ഉള്ളത്, നമ്മൾ 18 പേരുടെയും ചെരുപ്പ് വൃത്തിയാക്കുന്ന ഒരു വേക്കൻസി മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത്, അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു പോകും എന്നുള്ള രീതിക്കാണ് വില്യം ബൂത്ത് ഇത് പറഞ്ഞത്. പക്ഷെ സാമുവേൽ ബ്രിങ്കിളിന് എന്തോ തിരിച്ചു പോകാൻ തോന്നിയില്ല. അദ്ദേഹം ഈ ഷൂ നമ്മൾ ശരിയാക്കുന്ന അല്ലെങ്കിൽ ഷൂ വൃത്തിയാക്കി വെക്കുന്ന ആ ജോലി ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇത്രയും വലിയൊരു പദവിയിൽ ഇരുന്നിട്ട് അദ്ദേഹം അത് ചെയ്യുമ്പോൾ അങ്ങേറ്റം വേദനയോടുകൂടിയും സങ്കടത്തോടുകൂടിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നതെന്ന് പിന്നീട് സാൽവേഷൻ ആർമിയുടെ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ചെരുപ്പുകൾ തുടയ്ക്കുന്ന സമയത്ത് കർത്താവ് പണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകിയതാണ് ഓർത്തതെന്നും കാല് കഴുകുന്നത് പോലെ ഞാൻ ഈ 18 പേരുടെ ഷൂ തുറക്കുകയും ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ഷൂ തുറച്ചുകൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അദ്ദേഹം അപ്പുറത്തുള്ള ഇരുട്ട് മുറിയിൽ ഇരുന്ന് ഈ ഷൂ തുറക്കുകയും കർത്താവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വില്യം ബൂത്ത് മറന്നുപോവുക പോലും ചെയ്തു. അങ്ങനെ ഒരു ആളെ കുറിച്ച് ഓർക്കുക തന്നെ ചെയ്യുന്നില്ല. വർഷങ്ങൾ വരെ അങ്ങനെ കടന്നുപോയി. ഒന്ന് ആലോചിക്കണം, ഒരു ആർച്ച് ബിഷപ്പൊക്കെ ആവാനിരുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാൽവേഷൻ ആർമി നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങി. അവരുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കൺവെൻഷൻ, സാൽവേഷൻ ആർമിയുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ അവിടെ ആരംഭിച്ചു. ലോകമൊട്ടാകെയുള്ള ജനം കൂടി 5 ദിവസത്തെ കൺവെൻഷൻ ആ സ്ഥലത്ത് വെച്ച് നടക്കുകയാണ്. 4 ദിവസവും അതിഭയങ്കരമായ രീതിയിലുള്ള സുവിശേഷം യോഗങ്ങൾ നടന്നു. അങ്ങേയറ്റം ആത്മാവിറങ്ങി. 5ാമത്തെ യോഗം ഏറ്റവും ഭയങ്കരമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് വില്യം ബൂത്ത് ആഗ്രഹിച്ചിരുന്ന യോഗം എത്തി. ആ 5ാമത്തെ ദിവസം പ്രസംഗിക്കുവാനായിട്ട് ഏറ്റിരുന്ന ആള് 1 മണിക്കൂർ മുമ്പ് ഒരു ദൂതനെ അയച്ചു പറഞ്ഞു അദ്ദേഹത്തിന് എത്തുവാനായിട്ട് കഴിയുകയില്ല. 10,000-കണക്കിന് ജനം കൂടി നിൽക്കുന്ന ആ സമയത്ത് വില്യം ബൂത്ത് നിന്ന് കരഞ്ഞുപോയി. ഇങ്ങനെ എത്രയോ മാസങ്ങളും ആഴ്ചകളും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ 10,000 ആളുകൾ ചുണ്ടി വന്ന് നിൽക്കുമ്പം എന്ത് ചെയ്യും, ആരെ ഇവിടെ പ്രസംഗിക്കാനായിട്ട് നിർത്തുമെന്ന് വില്യം ബൂത്ത് കരഞ്ഞപ്പോ വില്യം ബൂത്തിന് ദൈവം നൽകിയ ചിന്തയാണ്, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച ഒരുത്തൻ അപ്പുറത്തിരുന്ന് 18 പേരുടെ ഷൂ തുടയ്ക്കുന്നുണ്ട് എന്ന്. അപ്പോ വില്യം ബൂത്ത് പറഞ്ഞു, ദൈവത്തോട് തന്നെ നിനക്ക് തെറ്റുപറ്റിപ്പോയവനായിരിക്കും, ആ ചെരുപ്പ് തുടയ്ക്കുന്നവനാണോ? ഇല്ല, അവനെ നിനക്ക് ഈ ഒരു രാത്രിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. ആ ശാന്തമായിട്ട് അപ്പുറത്തിരുന്ന് ചെരുപ്പ് തുടച്ചുകൊണ്ടിരുന്ന മെത്തഡിസ്റ്റ് സഭയുടെ ആർച്ച് ബിഷപ്പായിരുന്ന സാമുവേൽ ബ്രിങ്കിൾ അന്ന് ആ 5ാമത്തെ ദിവസം പ്രസംഗിക്കുകയും പിന്നീടുണ്ടായത് സാൽവേഷൻ ആർമിയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് മുതലാണ് സാൽവേഷൻ ആർമി നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ആത്മാവിന്റെ പ്രേരണയോടുകൂടി വളർന്ന് വലുതാകുവാനായിട്ട് തുടങ്ങിയത്. ഇപ്പം ഇത്രയും കാലങ്ങൾക്കും കൊല്ലങ്ങൾക്കും ശേഷം ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ഇരുന്ന് നമ്മൾ സാമുവേൽ ബ്രിങ്കിളിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന്
ക്രിസ്തു പറഞ്ഞതിന്റെ സാരാംശം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇതാണ് സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ളതിലൂടെ നമ്മൾ ജീവിതത്തിലേക്ക് മാറ്റിവെക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇവിടെ നീതി എന്നുള്ളത് നമ്മൾ POC വെർഷനിൽ നോക്കുവാണെങ്കിലും അതുപോലെ കിങ് ജെയിംസിന്റെ ഇംഗ്ലീഷ് വെർഷനിൽ നമ്മൾ നോക്കുവാണെങ്കിലും അവിടെ ജസ്റ്റിസ് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, റൈറ്റസ്നെസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൈറ്റസ്നെസ് എന്നുള്ള വാക്ക് പൊതുവെ വിശുദ്ധിയെയാണ് കുറിക്കുന്നത്. ദൈവികമായ വിശുദ്ധി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ദാഹം. ആ ഒരു ദാഹം ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നുള്ളതാണ്. വിശുദ്ധിക്ക് വേണ്ടി ഉള്ള ദാഹം എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെയും പറയുവാനായിട്ട് കഴിയും, പാപം ചെയ്യാതിരിക്കുവാനുള്ള ദാഹം. നമുക്ക് പാപം ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ പാപത്തെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ദേഷ്യപ്പെട്ടു പോകുന്നതായിരിക്കും പാപം, ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് അസൂയ തോന്നുന്നതായിരിക്കും ശാപം, ചിലരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ വാക്കുകളായിരിക്കും, സംസാരമായിരിക്കും അവരുടെ പാപം. ഈ പാപങ്ങളെ മാറ്റണമെന്നൊക്കെ നമുക്കുണ്ടെങ്കിലും പലപ്പോഴും ആ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാനായിട്ട് കഴിയാത്തത് ഈ ദാഹം ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ആ വിശന്ന് ദാഹിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് വിശന്ന് ദാഹിക്കുന്നവരാണ് തൃപ്തിയുള്ളവരായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പാപങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ പാപങ്ങളെ വിട്ടൊഴിയുവാനുള്ള ഒരു വലിയ ദാഹത്തിനായിട്ട് നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, ആ ഒരു വലിയ ദാഹം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് തൃപ്തി വരിക തന്നെ ചെയ്യും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒരു 360 ഡിഗ്രി ആംഗിളിലാണ് ഈ ഒരു വാക്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ തിരിച്ച് ലഭിക്കുന്ന അവസ്ഥ. അപ്പൊ ഈ പറയുന്ന വാക്യങ്ങളും എല്ലാം നമ്മൾ 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ കഥകളും അല്ലെങ്കിൽ അതിന്റെ തൊങ്ങലോടുകൂടി ചേർന്നിട്ടുള്ള അടുത്ത ഉപദേശങ്ങളും വായിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് വേഗത്തിൽ ആ പോയിന്റുകൾ പറഞ്ഞ് നമ്മൾ പോകുന്നത്. ഒരു 360 ഡിഗ്രിയിൽ ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. നമ്മുടെ മാനുഷിക ബന്ധങ്ങളിൽ നമ്മൾ പലപ്പോഴും ഒരു പെർഫെക്ഷനിസം ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജോലിയിൽ അത് നമുക്ക് ലഭിക്കുമായിരിക്കും. നമ്മൾ 9 മണിക്ക് പോകണം എന്ന് വിചാരിച്ചാൽ അത് പറ്റും, അല്ലെങ്കിൽ 10 മണിക്ക് നമ്മൾ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പറ്റും. പക്ഷെ നമ്മുടെ മാനുഷികമായ ബന്ധങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ പെർഫെക്ഷനിസം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാകാതെ വരും, അല്ലെങ്കിൽ നമുക്ക് കഴിയാതെ വരും. അവിടെയാണ് ഈ വാക്യത്തിന് കൂടുതൽ പ്രസക്തിയുള്ളത്. നമ്മൾ കരുണയോടുകൂടി നമ്മൾ ഇടപെടാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ കരുണ നമ്മളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒരു ബന്ധത്തിൽ ആ ഒരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കരുണ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ കരുണ നൽകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിലേക്ക് ആ കരുണ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സാക്ഷിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ചിന്തയാണ്. ക്രിസ്തീയ ചിന്തയിൽ ശുദ്ധി വരുത്തുക എന്ന് പറയുന്നത് പാപമോചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പാപം നമ്മൾ ചെയ്തു പോകുമ്പോൾ ക്രിസ്തുവിലുള്ള വലിയ പ്രായശ്ചിത്തത്തിലൂടെ, ക്രൂശീകരണത്തിന്റെ അനുഭവത്തിലൂടെ ആ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ ആ പാപത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പാപം നമ്മളിൽ നിന്നും ഇല്ലാതാകുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയുടെ അനുഭവത്തിൽ നിന്നാണ്. ആ പാപം നമ്മളിൽ നിന്നും ഇല്ലാതായാലും ആ പാപത്തിന്റെ കറകൾ നമ്മളിൽ അവശേഷിക്കുമ്പോൾ ആ പാപക്കറകൾ നമ്മളിൽ നിന്ന് പോകുവാനായിട്ട് ഒരു ഫ്ലഷ്നെസ്, അല്ലെങ്കിൽ ഒരു ഫ്ലഷിങ്ങിന്റെ അനുഭവം കുറച്ചുകൂടി നമ്മളിലേക്ക് വേണം. അതായത് ഞാൻ ഇന്നിപ്പോ ഒരു തെറ്റ് ചെയ്തു പോയി, ഞാൻ ഇന്ന് വന്ന് ദൈവത്തോട് അനുതാപ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ആരാധനയിലെ പ്രാർത്ഥനയിലൂടെ ആ പാപത്തെ ഞാൻ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വന്ന ആ പാപത്തിൽ നിന്ന് ഞാൻ നീതീകരിക്കപ്പെട്ടു എങ്കിൽ പോലും ആ പാപത്തിലേക്കുള്ള ആസക്തി എന്റെ ഉള്ളിലുണ്ടാകും. ആ പാപത്തിന്റെ ആസക്തി നമ്മളിൽ നിന്ന് മാറുന്നതിനെയാണ് ഈ ഹൃദയശുദ്ധി എന്നുള്ളത് നമ്മൾ ഇവിടെ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഹൃദയശുദ്ധി നമ്മളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ ഒരു രീതി എന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മൾ കൂടുതൽ ചേർന്നിരിക്കുവാനും ക്രിസ്തുവിനെ കൂടുതൽ ചിന്തിക്കുവാനും വേദപുസ്തകവുമായി ചേർന്ന് നിന്ന് കൂടുതൽ നമുക്ക് അതിനെ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുവാനും കഴിയാനായിട്ട് നമ്മുടെ സമയത്തെ കൂടുതലായിട്ട് അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് നമുക്ക് അതിനായിട്ട് ലഭിക്കുന്നത്. അവസാനത്തേതായിട്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും.
അപ്പൊ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. എന്റെ ഒരു റഫറൽ വാക്യം മാത്രം വായിച്ച് അടുത്ത ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ ആശീർവാദത്തിലൊക്കെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിലേക്ക് കാക്കും. വളരെ വ്യക്തമാണ് അവിടുത്തെ വാക്കുകൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഒരു വളരെ ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടും സഭയായിട്ട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ടും നമ്മൾ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷനുകളുടെ ആവശ്യമില്ല. ആ വചനത്തിലൂടെ തന്നെ നമുക്ക് ആ വാക്യവചനത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്. 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നിങ്ങൾ ഉപ്പാകുന്നു. 2, പ്രകാശമാണ്. നമ്മൾ പല തവണ പ്രസംഗങ്ങളിലൂടെ പല രീതിയിലും പല ഡയമെൻഷനിലും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു നീണ്ട ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തി ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാലും ചരിത്രപരമായിട്ട് 2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, അന്നത്തെ കാലഘട്ടത്തിൽ ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രസക്തി, പ്രത്യേകിച്ച് പാലസ്തീൻ നാട്ടില് ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ഉപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും ചീത്തായി പോകാതിരിക്കാൻ, ജീർണിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഉപയോഗിച്ചിരുന്നത്. ഒരു ജീർണതയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തെ പോലെ നിങ്ങളാകണം എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു പല രീതിയിൽ തന്നെ ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചിന്ത. ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നാണ് ഗിരിപ്രഭാഷണത്തിലൂടെ ക്രിസ്തു തന്റെ ആദ്യം കേൾക്കുന്ന ജനതയോട് ക്രിസ്തീയത എന്നുള്ള ചിന്ത നൽകുന്നതിലൂടെ പറഞ്ഞത്. ഉപ്പിന്റെ കാരത്തെ കുറിച്ചാണ് ക്രിസ്തു അവിടെ പറയുന്നത്. ഉപ്പിന്റെ ക്വാളിറ്റി, നോട്ട് ഇൻ ദ ക്വാണ്ടിറ്റി. നിങ്ങൾ 5 പേരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 10 പേരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ് ക്രിസ്തു അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് എന്ന് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ പറയട്ടെ. ഗിദെയോന്റെ ഉദാഹരണത്തിൽ നമുക്ക് കാണാം. യുദ്ധം ചെയ്യുവാൻ 20,000 പേര് പോകുമ്പോൾ ദൈവം പറയാണ് ഇവര് വേണ്ട, പേടിയുള്ളവർ തിരിച്ചു പോകാൻ പറയുക. അപ്പൊ 10,000 ആവുന്നു. എന്നിട്ടും ദൈവം പറയാണ് ഇത്രയും പേര് വേണ്ട, നീ അവിടെ വെള്ളം കുടിക്കാനായിട്ട് ആൾക്കാരെ നിർത്തുക. ആ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നക്കി കുടിക്കുന്നവരെ മാത്രം, അങ്ങനെയുള്ള 300 പേരെ തിരഞ്ഞെടുക്കുക. വെള്ളം നക്കി കുടിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രാകൃതമായ അനുഭവമാണ്. പക്ഷെ ദൈവം പറയുന്നത് അത് മതി, ആ 300 പേര് മതി വലിയ സൈന്യത്തെ വീഴ്ത്താനായിട്ട്. അത് തന്നെയാണ് ഉപ്പിന്റെ ക്വാളിറ്റിയാണ് ദൈവം പറയുന്നത്. അതിനെ ചേർത്ത് നിർത്തിയാണ് കർത്താവ് പറയുന്നത് പ്രകാശം. പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രകാശത്തെ കുറിച്ചാണ്. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്റെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മൾ ഭാരതത്തെ ഒന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്രിസ്ത്യാനികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ ഉപ്പിന്റെ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുപേര് മതി ഈ രാജ്യം അല്ലെങ്കിൽ ഈ ദേശം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ആകാൻ, അല്ലെങ്കിൽ ഈ ദേശം രക്ഷിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ഈ ദേശം സമാധാനത്തിലേക്ക് വരുവാനായിട്ട്. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ക്രിസ്തു 2-ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഈ ഉപ്പാകുന്ന ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ കൂടിയിരിക്കുന്ന നമ്മുടെ സഭകളിൽ നിന്നും പ്രകാശമാണോ പുറത്തേക്ക് പോകുന്നത്? ഒരു മലമേൽ നിർത്തിയ പട്ടണം പോലെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ എവിടേക്കോ പരാജയപ്പെടുന്നില്ലേ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാനായിട്ട് പാടില്ല. പലപ്പോഴും പ്രകാശം റെമിറ്റ് ചെയ്യുന്നതിന് പകരം ഇരുട്ട് റെമിറ്റ് ചെയ്യുന്ന അനുഭവം നമ്മളിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ഉപ്പിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എണ്ണുകയും ക്വാളിറ്റി എണ്ണാതിരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഒരു ആലോചന പറയട്ടെ.